എഫെസ്യ ലേഖനം 4-ാം അധ്യായമാണല്ലോ നമ്മൾ ദിവസം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 4-ാം അധ്യായത്തിന് 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ദിവസം നമുക്ക് ചിന്തിക്കുവാൻ കർത്താവ് സഹായിച്ചു. ഈ രാത്രി ചിന്തയ്ക്ക് വേണ്ടി 4-ാം അധ്യായത്തിന് 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കും. നിങ്ങളെ വിളിച്ചപ്പോൾ പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെയുള്ളവരും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവരും എല്ലാവരിലും ഇരിക്കുന്നവരുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായ നമ്മൾ നടക്കുവാനുള്ള ഈ വിനയത്തോടു കൂടി ദൈവസ്ഥിതി നടക്കുമ്പോൾ എങ്ങനെ നടക്കാൻ വേണ്ടി നമ്മളെ പ്രബോധിപ്പിക്കുമ്പോൾ നടക്കുവാനുള്ള ചില കാരണങ്ങളാണ് പൗലോസ് താഴോട്ടുള്ള വാക്യത്തിൽ 4 മുതലുള്ള വാക്യത്തിൽ നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. ഏക പ്രത്യാശയ്ക്കായി നമ്മൾ നടക്കുവാൻ, ഏക പ്രത്യാശയ്ക്കായി നടക്കണം. കാരണം ശരീരം ഒന്നാണ്, ആത്മാവ് ഒന്നാണ്, കർത്താവ് ഒരുവനാണ്, സ്നാനം ഒന്നാണ്, പിതാവായ ദൈവം ഒരുവനാണ്. ഇങ്ങനെ ചില കാര്യങ്ങളാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർപ്പിച്ച് ഉണർത്തുന്നത്. ഇത് രാത്രി നാം ചിന്തിക്കുന്നത് ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, ഏക പ്രത്യാശ ഒന്ന്. ഈ 3 കാര്യങ്ങളാണ് ഈ രാത്രിയിലെ ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ ദിവസത്തിൽ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ശരീരം ഒന്ന്, ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവപാദപീഠത്തിൽ കടന്നു വന്നിരിക്കുമ്പോൾ യേശു ക്രിസ്തുവാകുന്ന ശരീരത്തിന്റെ അവയവങ്ങളായിട്ടാണ് നമ്മളെ കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. 1-ാം അധ്യായം മുതൽ താഴെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ദിവസം നാം പഠിച്ചപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചതാണ്. അപ്പം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദൈവസഭയുടെ ഭാഗമാകുവാൻ വേണ്ടി ഞാൻ നിങ്ങൾ കടന്നു വന്നിരിക്കുമ്പോൾ ക്രിസ്തുവാകുന്ന ശരീരത്തിന്റെ അവയവങ്ങളായി ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മൾ രണ്ടല്ല, നമ്മൾ പലതല്ല, ക്രിസ്തുവാകുന്ന ശരീരത്തിന്റെ ഒന്നിന്റെ അംശയായിട്ടാണ് കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതിന് ചില കാരണങ്ങൾ കൂടിയുണ്ട്. അത് 5-6 കൂട്ടം കാര്യങ്ങളാണ് ഈ ശരീരത്തിന്റെ അവയവങ്ങളായി നമ്മളെ ആക്കി തീർത്തതിന്റെ ചില കാര്യങ്ങൾ. ഒന്ന്, ഒരു ദൈവവിശ്വാസി ഈ ശരീരത്തിന്റെ ഭാഗമാകുവാൻ വേണ്ടി വീണ്ടും ജനനം കർത്താവ് ദൈവവിശ്വാസിക്ക് നൽകി. അപ്പൊ വീണ്ടും ജനിച്ച ഒരു ദൈവവൈതലിന് മാത്രമേ പറയുവാൻ കഴിയുള്ളൂ, ഞാൻ ക്രിസ്തുവാകുന്ന ശരീരത്തിന്റെ അവകാശി, അല്ലെങ്കിൽ ആ ശരീരത്തിൽ അവയവങ്ങളായി എന്നെ കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പൊ ഇന്ന് രാത്രി ഞാൻ നിങ്ങൾ കർത്താവിനെ ആരാധിക്കുമ്പോൾ, ദൈവവചനം പഠിക്കുമ്പോൾ വീണ്ടും ജനനത്താൽ മാത്രമേ ക്രിസ്തുവാകുന്ന ശരീരത്തിന്റെ ഭാഗമാകുവാൻ കഴിയുള്ളൂ. പലപ്പോഴും ദൈവസഭയിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നുണ്ടെങ്കിലും നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നില്ല, ഞാൻ ക്രിസ്തുവാകുന്ന ശരീരത്തിന്റെ, എന്റെ കൂടെ ആരാധിക്കുന്ന വ്യക്തി, എന്റെ കൂടെ ദൈവത്തെ സ്തുതിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ദൈവവചനം ഷെയർ ചെയ്യുന്നവരൊക്കെ ക്രിസ്തുവാകുന്ന ശരീരത്തിന്റെ അവയവങ്ങളാണെന്ന് പലപ്പോഴും ഞാനും നിങ്ങളും ചിന്തിക്കുന്നില്ല. ആ ചിന്ത നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ ആത്മീയ സ്നേഹത്താൽ, കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചതുപോലെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ അന്യോന്യം ജീവിച്ചെടുക്കുവാൻ കഴിയും. അപ്പോൾ ഇവിടെ ഒരു വീണ്ടും ജനനം നമ്മൾ പ്രാപിച്ചു. എന്തിനു വേണ്ടി? ആ വീണ്ടും ജനനം നമ്മളെ എത്തിച്ചത് ക്രിസ്തുവാകുന്ന ശരീരത്തോടുള്ള ബന്ധത്തിൽ മാത്രമാണ്. അതുകൊണ്ടാണല്ലോ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ഈ 3 മുതൽ 6 വരെ താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ നിക്കോദീമോസിനോട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതിയതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയില്ല. ആ ദൈവരാജ്യത്തിൽ, ക്രിസ്തുവിന്റെ രാജ്യത്തിന് അവകാശികളായി ക്രിസ്തുവിന്റെ ശരീരത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് അവകാശം ലഭിക്കണമെങ്കിൽ ഞാൻ നിങ്ങൾ എന്ത് ചെയ്യണം? പുതിയതായി ജനിക്കണം. ഈ പുതിയതായി ജനിച്ചു കഴിഞ്ഞാൽ താഴോട്ടുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്കറിയാം, അവൻ ഒരു പുതിയ സൃഷ്ടിയാക്കുന്നു. ഈ ക്രിസ്തുവാകുന്ന ശരീരത്തോട് എന്നെ നിങ്ങളെ മാക്കുവാൻ വേണ്ടി ദൈവം ഒരു പുതിയ സൃഷ്ടിയായി നമ്മളെ നിയമിക്കുന്നു, ഒരു പുതിയ വ്യക്തിയാക്കി നമുക്ക് തരുന്നു. മാത്രമല്ല ഒരു പുതിയ സ്വയം അല്ലെങ്കിൽ ഒരു സ്വഭാവം നമുക്ക് തരുന്നു. അത് മനുഷ്യനിലേക്ക് കർത്താവ് തരുന്ന ഒരു കാര്യമാണ്. എന്തിനു വേണ്ടി? ക്രിസ്തുവാകുന്ന ശരീരത്തോട്, ആ ക്രിസ്തുവാകുന്ന ശരീരത്തിന്റെ അവയവങ്ങളാക്കുവാൻ വേണ്ടി ഒരു പുതിയ ജനനം തരുമ്പോൾ തന്നെ, അല്ലെങ്കിൽ വീണ്ടും ജനിക്കുമ്പോൾ തന്നെ ആ രണ്ടാമത്തെ കാര്യം ഒരു പുതിയ സൃഷ്ടിയാക്കി നമ്മളെ മാറ്റുന്നു. അങ്ങനെയാണെങ്കിൽ ഈ രാത്രി ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ, ഞാനും നിങ്ങൾ ഒരു പുതിയ സൃഷ്ടിയാക്കി കർത്താവിനെ ആരാധിക്കുമ്പോൾ
ദൈവവചനം കേൾക്കുമ്പോൾ, ദൈവവചനം പഠിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ പുതിയ സൃഷ്ടി പഴയതെല്ലാം മായ്ച്ചു കളഞ്ഞ ഒരു വ്യക്തിത്വമാണ്. കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ടാണല്ലോ പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം നമുക്ക് അറിവുള്ള വാക്യമാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയതെല്ലാം കഴിഞ്ഞുപോയി, അവൻ പുതിയതായി തീർന്നു. അപ്പൊ ക്രിസ്തുവാകുന്ന ശരീരത്തിന്റെ അവയവങ്ങളായി ഞാൻ നിങ്ങളും മാറിക്കഴിഞ്ഞാൽ, ഈ പഴയതെല്ലാം കൊണ്ട് മാറിയിട്ട് പുതിയ സൃഷ്ടിയായി മാറിയപ്പോൾ, പഴയതിനെ മായ്ച്ചു കളഞ്ഞെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ മായ്ച്ച് പൂർണ്ണമായി ഡിലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ വീണ്ടും ജനനം പ്രാപിച്ച് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന ദൈവസഭയിൽ ഞാനും നിങ്ങളും അംഗമാകുകയുള്ളൂ. ഈ രാത്രി നമ്മൾ തിരിച്ചറിഞ്ഞോണം. ഒരുപക്ഷെ എവനേസർ ദൈവസഭയുടെ ഭാഗമായി എനിക്ക് നിങ്ങൾക്ക് മാറാൻ കഴിഞ്ഞേക്കാം, അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ ചർച്ചിന്റെ ഭാഗമായി നമുക്ക് മാറുവാൻ കഴിഞ്ഞേക്കാം. പക്ഷേ ക്രിസ്തുവാകുന്ന ശരീരത്തിന്റെ അവയവമാകണമെങ്കിൽ ഒരു വീണ്ടും ജനനം പ്രാപിച്ചിരിക്കണം. പുതിയ സൃഷ്ടിയായി പഴയതിനെ, നമ്മുടെ ജീവിതത്തിനകത്ത് എന്തൊക്കെ സ്വഭാവങ്ങളുണ്ടോ അതിനെയെല്ലാം നിർമൂലമാക്കി ശൂന്യമാക്കി ഒരു പുതിയ സൃഷ്ടിയായി ക്രിസ്തുവിൽ വളരുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഒരു അവയവമായി മാറുകയുള്ളൂ. താഴോട്ട് വാക്യങ്ങൾ നമുക്ക് പഠിച്ചു കഴിയുമ്പോൾ അത് മനസ്സിലാക്കി എടുക്കാൻ കഴിയും. അപ്പോൾ 2 കാര്യം പറഞ്ഞു. ഒന്ന് നമ്മളെ വീണ്ടും ജനിപ്പിച്ചു, എന്തിനു വേണ്ടി? ക്രിസ്തുവാകുന്ന ശരീരത്തോട് യോജിപ്പിക്കുവാൻ. 2 ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റി. 3 ദൈവത്തിന്റെ സ്വഭാവം നമ്മളിലേക്ക് സ്ഥാപിച്ചു. എന്തിനു വേണ്ടി? ഈ ശരീരത്തിന്റെ അവയവങ്ങളായി, അല്ലെങ്കിൽ ശരീരത്തിന്റെ ഭാഗമാണ്, ക്രിസ്തുവാകുന്ന ശരീരത്തിന്റെ ഭാഗമാകുവാൻ വേണ്ടി ദൈവിക സ്വഭാവം നമ്മളിലേക്ക് തന്നു. അപ്പോൾ ദൈവിക സ്വഭാവം നമ്മളിൽ ഇല്ലെങ്കിൽ ഞാനും നിങ്ങൾ തിരിച്ചറിഞ്ഞോണം, ഞാൻ ഇതുവരെ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളായി മാറിയില്ല. ഞാൻ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളായി മാറിക്കഴിഞ്ഞാൽ, കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ, ആ ആത്മാവ് കടന്നു വന്നാൽ നമ്മുടെ ജീവിതത്തിനകത്ത് ശണ്ട ഉണ്ടാക്കുവാൻ അനുവദിക്കുന്നില്ല. കാരണം ആ സ്വഭാവം ദൈവത്തിന്റെ സ്വഭാവമാണ്. അതുകൊണ്ടാണല്ലോ ഈ 2 പത്രോസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം താഴോട്ട് വായിച്ചു നമുക്ക് കഴിയുന്നത്, അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിന്റെ മുഖത്തിലുള്ള നാശം വിട്ടൊഴിഞ്ഞും ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് കൂട്ടാളികളായി തീരണമെങ്കിൽ ആ ദൈവത്തിന്റെ സ്വഭാവം നമ്മുടെ അകത്തേക്ക് വസിച്ചെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. ഞാനും നിങ്ങളും, എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ക്രിസ്ത്യ വിശ്വാസികളാണെന്ന് പറഞ്ഞുകൊണ്ടോ, നമ്മുടെ പേരിനകത്ത് ക്രിസ്തീയ വാക്കുകൾ ഉള്ളത് കൊണ്ടോ, നമ്മുടെ വീടിനകത്ത് ക്രോസ് കുരിശോ മറ്റോ ഉള്ളത് കൊണ്ടോ ഒന്നും ഒരുവൻ ദൈവ പൈതലാകത്തില്ല. അവന് നിത്യതയിലേക്ക് എത്തുവാൻ കഴിയത്തില്ല. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി തീരുവാൻ, അവയവങ്ങളായി തീരുവാൻ കഴിയത്തില്ല. അവൻ വീണ്ടും ജനിച്ചിരിക്കണം, ഒരു പുതിയ സൃഷ്ടിയായി തീരണം. 3-ാമത് ദൈവത്തിന്റെ സ്വഭാവം നമ്മളിൽ വന്നിരിക്കണം. യേശു കർത്താവ് കാണിച്ചിരിക്കുന്ന സ്വഭാവത്തിനകത്തൊന്നും വ്യതിചലിക്കാതെ, അപ്പോസ്തലന്മാർ പറഞ്ഞ ഉപദേശത്തിനകത്ത് വ്യതിചലിക്കാതെ യഥാർത്ഥ ദൈവവൈതലായി ജീവിച്ചെടുക്കുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ആ ദിവ്യ സ്വഭാവത്തോട് നമുക്ക് കൂട്ടവകാശികളായി തീരുവാൻ കഴിയുള്ളൂ. മാത്രമല്ല, ഈ ക്രിസ്തുവിന്റെ ശരീരത്തോട് നമ്മളെ യോജിപ്പിക്കുവാൻ വേണ്ടി കർത്താവ് 4-ാമത് നമുക്ക് നൽകി തന്ന ഒന്നാണല്ലോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തേക്ക് വസിക്കുവാൻ ഇടയായി. കാരണം വിശ്വാസിയുടെ ശരീരം ദൈവാത്മാവിന്റെ സാന്നിധ്യമുള്ള മന്ദിരമാണ്. തിരിച്ചറിയണം, ഞാനും നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇത് എന്റെ ഈ പുറത്തുള്ള ശരീരത്തിനകത്ത് അകത്തൊരു ആത്മാവ് വസിക്കുന്നുണ്ട്. അതും ഈ ലോകത്തിലെ മനുഷ്യനോ ഈ ലോകത്തിലെ നേതാക്കന്മാരോ തന്നതല്ല. ഞാൻ വീണ്ടും ജനനം പ്രാപിച്ചപ്പോൾ, പുതിയ സൃഷ്ടിയായി മാറിയപ്പോൾ, ദൈവത്തിന്റെ സ്വഭാവം എന്നിലേക്ക് കടന്നു വന്നപ്പോൾ അകത്തേക്ക് ഒരുവൻ കയറി വന്നു. അത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുന്നവന് കള്ളം പറയാൻ കഴിയത്തില്ല. ആ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുന്നവന് മറ്റുള്ളവരെ കുറ്റം പറയാൻ കഴിയത്തില്ല. ആ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുന്നവന് മറ്റുള്ളവരെ പഴിചാരുവാൻ കഴിയത്തില്ല. കാരണം അവൻ അകത്ത് വസിക്കുന്ന ഒന്ന് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് അവനിലേക്ക് വസിക്കുമ്പോൾ, 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം പറയുന്ന പോലെ, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു അറിയുന്നല്ലോ. നമ്മുടെ മന്ദിരത്തിനകത്ത് വസിക്കുന്നത് ഈ ജഡത്തിന്റെ ശക്തി അല്ല എന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നമ്മുടെ അകത്ത് ആണ്
ആണെന്ന് തിരിച്ചറിഞ്ഞ് വിശുദ്ധിയിൽ ജീവിച്ചെടുക്കുവാൻ കഴിയുന്നതിന്റെ കാരണം ഈ ദൈവാത്മാവ് അകത്ത് വസിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ദൈവാത്മാവ് അകത്ത് വസിക്കുന്നില്ലെങ്കിലും ഈ ജഡശരീരം കൊണ്ട് ദൈവാത്മാവിന് വിരുദ്ധമായി ഞാൻ നിങ്ങൾ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ജീവിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞോണം, നമ്മുടെ അകത്ത് ദൈവാത്മാവ് ഇല്ല. ബാക്കി നമ്മൾ കാണിച്ചു കൂട്ടുന്നതെല്ലാം പ്രകടനങ്ങൾ മാത്രമാണ്. മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടുവാൻ വേണ്ടി അല്ല മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണെന്നുള്ള തിരിച്ചറിവ് ഞാനും നിങ്ങളും പ്രാപിച്ചിരിക്കുന്നു. കാരണം ദൈവാത്മാവ് ഉള്ളിൽ ഉള്ളവനെ കാണുമ്പോൾ തിരിച്ചറിയുവാൻ കഴിയണം. മാത്രമല്ല അടുത്തത്, ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തേക്ക് കടന്നു വരുമ്പോൾ ആ പരിശുദ്ധാത്മാവിന്റെ സ്വഭാവം, അതിന്റെ ഫലം കായ്ക്കുന്നവരായി തീരും. അപ്പൊ ക്രിസ്തുവാകുന്ന ശരീരത്തോടെ എന്നെ നിങ്ങളെ കൂട്ടിയോജിപ്പിച്ചതിന്റെ കാരണം ഈ ശരീരത്തിന്റെ അവയവങ്ങളായി ഞാൻ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ, അവയവങ്ങളായി തീർന്നു കഴിയുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ഫലം കൂടെ പുറപ്പെടുവിക്കുവാൻ, ഗലാത്യലേഖനം 5:22-23 വാക്യങ്ങൾ, ഈ ഫലം പുറപ്പെടുവിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാനും നിങ്ങളും ക്രിസ്തീയ വിശ്വാസിയാണെന്നോ ദൈവവൈതനാണെന്നോ ഒരുപക്ഷെ വാക്കുകൊണ്ട് വീണ്ടും ജനനം പ്രാപിച്ച വ്യക്തിയാണെന്നും പുതിയ സൃഷ്ടിയാണെന്നും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴും എന്റെ നിങ്ങളത് ദയയില്ലെങ്കിൽ, കരുണയില്ലെങ്കിൽ, സ്നേഹമില്ലെങ്കിൽ, ആത്മാവിന്റെ ഫലങ്ങൾ ഒന്നും പ്രകടിപ്പിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണോ എന്ന് ഈ രാത്രിയിലും ഒന്ന് ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ കാലഘട്ടത്തിനകത്ത് ഏറ്റവും ഒന്ന് പറ്റിപ്പോയ പരാജയം എന്ന് പറഞ്ഞാൽ വാക്കുകൾ കൊണ്ട് മാത്രം ക്രിസ്ത്യാനിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് എന്നെ പ്രിയ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും വാക്കുകൾ കൊണ്ടല്ല പ്രവൃത്തി കൊണ്ട് ക്രിസ്തുവിന്റെ ഫലം കായ്ക്കുന്നവരായി തീർന്ന് ക്രിസ്ത്യ വിശ്വാസികളായി തീരണമെന്ന് ഈ ദൈവാത്മാവിൽ പ്രബോധിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരണം. മാത്രമല്ല കർത്താവിന്റെ പുതിയ ശരീരത്തോട് ആ പുതിയ ആളുകളെ സൃഷ്ടിക്കുന്നവരായി തീരണം. പുതിയ അവയവങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നവരായി ഞാനും നിങ്ങളും തീരണം. കാരണം അതുകൊണ്ടാണല്ലോ ഈ 1 Corinthians 12-13 വാക്യം പറയുന്നത്, പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്: യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനാൽ പാനം ചെയ്തിരിക്കുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവസഭയ്ക്കകത്ത് ഞാനും നിങ്ങൾ കടന്നു വന്നിരിക്കുമ്പോൾ, നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ അതിനകത്ത് യഹൂദനെന്നോ യവനനെന്നോ ദാസനെന്നോ സ്വതന്ത്രനെന്നോ ഒരു വ്യത്യസ്തതയില്ല. ഞാനും നിങ്ങളും ഏക ശരീരമാകുന്ന ക്രിസ്തുവിന്റെ അവയവങ്ങളാണ്. ആ ക്രിസ്തുവിന്റെ അവയവങ്ങൾക്ക് അങ്ങോട്ട് ഒരു വലത്തെ കൈ പറയുക, ഇടത്തെ കൈയെ വേണ്ടെന്ന് പറഞ്ഞാൽ മുന്നോട്ടുള്ള യാത്ര ദുഷ്കരമായി തീരും. മുന്നോട്ട് യാത്ര ചെയ്യാൻ കഴിയുന്നില്ല. വലത്തെ കാല് പറയാം, ഇടത്തെ കാലിനെ വേണ്ടെന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഏക ശരീരമാകുന്ന ഞാൻ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർപ്പിച്ചതുപോലെ 3-ാം വാക്യത്തിൽ പറഞ്ഞത്, ഐക്യതയുടെ ആത്മാവിനാൽ ദൈവസഭ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ദൈവസഭയുടെ ആത്മീയ വളർച്ചയ്ക്ക് അത് കാരണമായി തീരുകയുള്ളൂ. മുന്നോട്ട് വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ റോമാലേഖനം 12-ാം വാക്യമൊക്കെ വായിച്ചു വരുമ്പോൾ നമുക്ക് അനേക കാര്യങ്ങൾ അതിനകത്ത് കാണുക. അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളും ആകുന്നു. ക്രിസ്തുവാകുന്ന ശരീരത്തിന്റെ പൗലോസ് അപ്പോസ്തലൻ പറയാണ് അവയവങ്ങളായ ഞാനും നിങ്ങളും. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ഈ അവയവങ്ങൾ തമ്മിൽ ശണ്ടയിടത്തില്ല. കാരണം എന്നിലും നിങ്ങളിലും വസിക്കുന്നത് പരിശുദ്ധാത്മാവാകുന്നതുകൊണ്ട്, മാത്രമല്ല ഈ ശരീരത്തിന്റെ തല ക്രിസ്തുവാകുന്നത് കൊണ്ടും, ഈ ശരീരത്തിൽ ഞാനും നിങ്ങളും അവയവങ്ങളായി മാറ്റി കഴിയുമ്പോൾ ഇതിന് ഈ കൈകൾക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കാൻ കഴിയത്തില്ല. കാരണം ഈ തലച്ചോറിനകത്തുനിന്ന് വരുന്ന കാര്യങ്ങളാണല്ലോ നമ്മുടെ അവയവങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പൊ ക്രിസ്തുവാകുന്ന ശരീരത്തിന്റെ ആ തലയാകുന്ന ക്രിസ്തുവിൽ ഞാനും നിങ്ങൾ ഭാഗമായി തീർന്നു കഴിയുമ്പോൾ അവിടുന്ന് വരുന്ന ഉത്തരവിനനുസരിച്ച് മാത്രമേ നമ്മുടെ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ആ ഉത്തരവ് നൽകുന്ന പരിശുദ്ധാത്മാവാകുന്നത് കൊണ്ട് ആ രീതിയിൽ മാത്രമേ എനിക്ക് നിങ്ങൾ ക്രിസ്ത്യൻ ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയുന്നുള്ളൂ. അതിന് വിരുദ്ധമായി ഞാനും നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയ സ്നേഹിതരെ, ഞാനും നിങ്ങളും ഇതുവരെ ക്രിസ്തുവിന്റെ അവയവങ്ങളായി തീർന്നിട്ടില്ല. ദൈവസഭയ്ക്കകത്ത് വന്ന് നമ്മൾ ജീവിക്കുമ്പോൾ ആ ദൈവസഭയിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ എന്നെ നിങ്ങളെ യാത്രയാക്കാം. പ്രത്യാശയെ കുറിച്ച് പറയുമ്പോൾ അത് വരുന്നുണ്ട്. എന്നെ നിങ്ങളെ യാത്ര ഒരേ ലക്ഷ്യത്തിലേക്ക് മാത്രമാണ്. വീണ്ടും ജനനം പ്രാപിച്ച പുതിയ സൃഷ്ടിയായ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് പരിശുദ്ധാത്മാവിനെ ഫലം പ്രാപിച്ച്
പ്രഖ്യാപിച്ചുകൊണ്ട് ഞാനും നിങ്ങൾ യാത്ര ചെയ്യുന്നതിന്റെ ഏക ലക്ഷ്യമെന്ന് പറഞ്ഞാൽ കാഹളം ധ്വനിച്ചാൽ ആ നിത്യത്തിലേക്ക് എത്തുക എന്നുള്ള ഏക ലക്ഷ്യത്തോടു കൂടിയാണ് യാത്ര ചെയ്യുന്നത്. ഈ ഏക ലക്ഷ്യത്തിനകത്ത് യാത്ര ചെയ്യുമ്പോൾ ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങളോ ഈ ലോകത്തിന്റെ മറ്റുള്ള ഇതര കാര്യങ്ങളോ പിണക്കമോ വൈരാഗ്യമോ ഒന്നും ഉണ്ടാകത്തില്ല. കാരണം അകത്ത് വ്യാപരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവ് നമ്മോട് ദിനംതോറും മന്ത്രിച്ചുകൊണ്ടിരിക്കും. നിന്റെ യാത്ര ഈ ലോകത്തിനുള്ളതിന് വേണ്ടിയല്ല, നിന്റെ യാത്ര നിന്റെ ആയുസ് തീരുമ്പോൾ അല്ല, ഇന്ന് കാഹളം ധ്വനിച്ചാൽ നിന്റെ അവസാനം എത്തിച്ചേരുന്നത് നിത്യതയിലാണ്. ആ യാത്രയിലേക്ക് പോകുമ്പോൾ ഇതിനകത്ത് നമുക്ക് വേറൊന്നും ചിന്തിക്കുവാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിലൊക്കെ പൗലോസ് പറയുന്നത്, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങൾ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവുള്ള ഇതിന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി ബാക്കിയുള്ള കഷ്ടങ്ങളെല്ലാം പൂരിപ്പിക്കുന്നു. കാരണം ഈ ക്രിസ്തുവാകുന്ന ശരീരത്തിന്റെ അവയവങ്ങളാകുമ്പോൾ ഞാൻ കഷ്ടങ്ങളേറ്റാലും അതിൽ ഞാൻ സന്തോഷിക്കുന്ന വ്യക്തിയാണ്. കാരണം തലയായിൽ നിന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നത്. പൗലോസിനറിയാം ക്രിസ്തുവാകുന്ന തലയിൽ നിന്ന് ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ എന്നിൽ വ്യാപരിച്ചിരിക്കുന്നത് എന്താണെന്നുള്ള തിരിച്ചറിവ് പൗലോസിന് ഉണ്ടായിരുന്നു. ഞാൻ മുന്നോട്ട് കടന്നു പോട്ടെ. 1, ശരീരം ഒന്നാണ്. 2, ആത്മാവ് ഒന്ന് മാത്രമേ ഉള്ളൂ. ശരീരങ്ങൾ അവയവങ്ങൾ ഉള്ളതുപോലെ തന്നെ ആത്മാവ് ഒന്ന് മാത്രമാണ്. ഈ ആത്മാവ് നമ്മളെ എന്തിന് നമുക്ക് തുണ നൽകുന്നു? ഒരു മനുഷ്യനെ വീണ്ടും ജനിപ്പിക്കുന്നത്, ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. അതുകൊണ്ടാണ് നമുക്ക് വായിച്ച വാക്യം തന്നെ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങളൊക്കെ വായിച്ചു വരുമ്പോൾ അതിന് യേശു ആമേനാമേ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ കഴിയില്ല. അപ്പം ആത്മാവ് ഒന്ന് മാത്രമേ ഉള്ളൂ. ആ ആത്മാവാണ് നമ്മളെ വീണ്ടും ജനനത്തിലേക്ക് നയിക്കുന്നത്. മാത്രമല്ല ഈ പരിശുദ്ധാത്മാവ് ഒന്ന് മാത്രമേ ഉള്ളൂ. ഈ പരിശുദ്ധാത്മാവിന്റെ പേരും പറഞ്ഞ് പലരും ചെയ്തു കൂട്ടുന്നത് ദൈവാത്മാവുമായിട്ടോ ദൈവവചനവുമായിട്ടോ ഈ കാലഘട്ടത്തിന് അതിനൊരു ബന്ധമില്ലെന്നുള്ള തിരിച്ചറിവും കൂടെ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നാം തിരിച്ച് മനസ്സിലാക്കിയെടുക്കണം. ഏതെങ്കിലും ഒരു പ്രസംഗം കേൾക്കുമ്പോൾ ഉണ്ടാകുന്നതല്ല മാനസാന്തരം എന്ന് പറയുന്നത്. ആ മാനസാന്തര അകത്തു വന്ന് മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ അതും പ്രകാരം ജീവിച്ച് ദിനംതോറും നിത്യത്തിലേക്ക് എത്തുന്നതാണ് ഒരു പരിശുദ്ധാത്മാവിന്റെ പ്രക്രിയ എന്ന് പറയുന്നത്. എവിടെങ്കിലും ആരെങ്കിലും പറഞ്ഞു കേട്ട് മാനസാന്തരപ്പെട്ടിട്ട് ആ വഴിക്കെന്ന് പോകുന്നതല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ഒരുവൻ ക്രിസ്തുവിലായാൽ വീണ്ടും ജനിച്ചാൽ അവനെ നിത്യതയിൽ എത്തുന്നത് വരെ അവനെ ഫോളോ ചെയ്ത് അവനോട് ആവശ്യമായ ദൈവിക ആലോചന പറഞ്ഞു കൊടുത്ത് അവനെ മുന്നോട്ട് പോകുന്നതാണ് ഒരു പരിശുദ്ധാത്മാവിന്റെ പ്രക്രിയ എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ ഈ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം വാക്യമൊക്കെ വായിച്ചു വരുമ്പോൾ ജീവിക്കുന്ന ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകാരപ്പെടുന്നില്ല എന്ന് ഞാൻ നിങ്ങൾ സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും ആകുന്നു. നമ്മുടെ അകത്തിരിക്കുന്നതിനും മാത്രമേ ആ നിത്യതയിലേക്ക് എത്തുവാൻ കഴിയുള്ളൂ. ഈ പുറം ബോഡിക്ക് നിത്യതയിലേക്ക് എത്തുവാൻ കഴിയത്തില്ല. കാരണം ഞാൻ പറഞ്ഞതിന്റെ ആശയം, ഈ പുറം ബോഡിക്ക് വേണ്ടി എന്തെല്ലാം നമ്മൾ ചെയ്തു കൂട്ടിയാലും അത് നമ്മളെ നിത്യതയിലേക്ക് എത്തിക്കയില്ല. ഈ പുറം ബോഡിയിൽ നമ്മൾ എത്ര സൗന്ദര്യം വർദ്ധിപ്പിച്ചു വന്നാലും, ഈ പുറം ബോഡിയിൽ നമുക്ക് എന്തെല്ലാം ഈ കാണുന്ന ഈ മായയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങൾ എന്തെല്ലാം ചെയ്തു കൂട്ടിയാലും അതൊന്നും നമ്മുടെ നിത്യതയിലേക്ക് എത്തില്ല. പക്ഷേ അകത്തു ഉള്ള ദൈവാത്മാവിനാൽ വിശുദ്ധിയിൽ ജീവിച്ചാൽ അത് നമ്മളെ നിത്യതയിലേക്ക് എത്തിക്കുവാൻ കഴിയും. കാരണം അതിനു മാത്രമേ നമ്മളെ നിത്യതയിലേക്ക് എത്തിക്കുവാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, ജീവിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകാരപ്പെടുന്നില്ല, ഒരു കാര്യത്തിന് ഉപകാരപ്പെടുന്നില്ല. ഞാനും നിങ്ങൾ ഈ ജനശരീരത്തിൽ ജീവിച്ചിട്ട് ഈ ലോകത്തിന്റെ മോഹങ്ങൾക്ക് വേണ്ടിയും ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വൈരാഗ്യം കാണിച്ചും പിണക്ക് കാണിച്ചും ഈ ദൈവത്തിനനുസരിക്കുക ദൈവത്തിന്റെ വചനത്തിനനുസരിക്കാൻ നടന്നുകൊണ്ട് ഈ ലോകത്തിൽ വെച്ച് ഞാൻ നിങ്ങൾ മരണപ്പെട്ടു പോയാൽ ചില മണിക്കൂർ കഴിയുമ്പോൾ ശവക്കലർക്കത് മണ്ണിനകത്ത് തുടക്കപ്പെടും. നമ്മുടെ ഈ ബോഡി ഒന്നിനും ഉപകാരപ്പെടത്തില്ല, അവിടെ കടന്ന് നശിച്ചു പോകും. പക്ഷേ ഞാനും നിങ്ങളും ദൈവാത്മാവിൽ വിശുദ്ധിയോടെ ദൈവാത്മാവിനനുസരിച്ചുകൊണ്ട് കർത്താവിന് ഫലം കായ്ക്കുന്നവരായി ജീവിച്ചാൽ അകത്തുള്ള ആത്മാവ് ആ നിത്യത്തിലേക്ക് എത്തുവാൻ കഴിയും. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം പറയുന്നത് അതുകൊണ്ടാണ്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തപ്പെട്ടതിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ഒരു സാധാരണ ആത്മാവല്ല നമ്മളിൽ വസിക്കുന്നത്.
പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ നമ്മളാരും തെറ്റിദ്ധരിക്കരുത്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. അപ്പോൾ നമ്മളിൽ വസിക്കുന്നവന്റെ ആത്മാവ് ഈ ലോകത്തിന്റെ സകല ശക്തികളെ തോൽപ്പിച്ചവന്റെ ഒരു ആത്മാവാണ്. ആ ആത്മാവാണ് നമ്മളിൽ വസിക്കുന്നത്. അപ്പോൾ ആ ആത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ നമ്മുടെ ജഡശരീരത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു കുറവ് വരുമ്പോൾ ഞാനും നിങ്ങൾ പരാജയപ്പെട്ടു പോകുവാൻ പാടില്ല. കാരണം അറിയാമോ, അകത്തു വ്യാപരിക്കുന്നത് കല്ലറുകളെ ഭേദിച്ചു വന്നവന്റെ ആത്മാവാ. ആ ആത്മാവ് നമ്മളിൽ വ്യാപരിക്കുമ്പോൾ ഈ ജഡശരീരത്തിൽ ഉണ്ടാകുന്ന ഏത് വേദനയായിരുന്നാലും, ഏത് ദുഃഖമായിരുന്നാലും, ഏത് നിരാശയായിരുന്നാലും എന്നാണ് നമ്മൾ ആദ്യം ഓർപ്പിച്ചതുപോലെ നമ്മളെ വിളിക്കുന്നതും നമുക്ക് ആവശ്യമായ ദൈവകൃപ തരുന്നതും, നമുക്ക് ഈ ലോകത്ത് ജീവിക്കുവാൻ ആവശ്യമായ ദൈവകൃപ തരുന്നതും, ക്രിസ്തുവിലേക്ക് നമ്മളെ വിളിക്കുന്നതും ഈ ദൈവാത്മാവിന്റെ ശക്തിയാണ്. അതുകൊണ്ടാണ് പ്രവർത്തന പുസ്തകം ഈ 13-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ അവർ കർത്താവിനെ ആരാധിച്ചു ഉപവസിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി അവരെ വേർതിരിക്കാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞു. അപ്പൊ പരിശുദ്ധാത്മാവാണ് ഒരുവനെ ശുശ്രൂഷയ്ക്കും ദൈവസന്നിധിയിലേക്കും വിളിക്കുന്നുള്ള തിരിച്ചറിവ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം പരിശുദ്ധാത്മാവ്, ദൈവാത്മാവ് വിളിക്കാത്തടത്തോളം കാലം നമുക്ക് കർത്താവിനോട് കൂട്ടായ്മ ആചരിക്കുവാൻ കഴിയില്ല. ആരുടെയെങ്കിലും വാക്കുകൾ കേട്ടുകൊണ്ടോ, ആരുടെയെങ്കിലും വാചക കസ്തർത്ത് കണ്ടുകൊണ്ടോ ഈ ദൈവസ്ഥലിലേക്ക് നമുക്ക് വരുവാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവ് നമ്മളെ വിളിച്ചിട്ട് മാത്രമേ നമുക്ക് വരുവാൻ കഴിയുള്ളൂ. മാത്രമല്ല, റോമാലേഖനം 8-ാം അധ്യായം 14-ാം വാക്യം വേഗം നടന്നു പോകട്ടെ. ദൈവാത്മാവ് നടത്തുന്നവരെല്ലാവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. അപ്പം ഞാനും നിങ്ങളും ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുമ്പോൾ നമ്മളെ നടത്തുന്നത് ഈ ലോകത്തിന്റെ പവറോ ഈ ലോകത്തിന്റെ ശ്രേഷ്ഠതയോ അല്ല. നമ്മൾ വ്യാപരിക്കുന്ന ദൈവാത്മാവ് നമ്മളെ നടത്തണം. ഈ ദൈവാത്മാവ് നമ്മളെ നടത്തുമ്പോൾ ഞാനും നിങ്ങളും ജഡത്തിന്റെ ഇഷ്ടങ്ങൾ ചെയ്യുവാൻ തുനിയത്തില്ല. ജഡത്തിന്റെ ആഗ്രഹങ്ങൾ നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് കടന്നു വരുന്നില്ല. ജഡത്തിൽ പഴയത് ചെയ്തു പോയതെല്ലാം പുതിയതായിട്ടൊന്നും ഓർമ്മയിലേക്ക് വരത്തില്ല. കാരണം നമ്മുടെ അകത്ത് വ്യാപരിക്കുന്നത് ജഡത്തിന്റെ ശക്തിയാണ്. കാരണം ഈ കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പ് ഇവിടെ ഒരു വ്യക്തിയോട്, വിശ്വാസിയോട് ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ, വിശ്വാസി വളരെ ശോധനയിലൂടെ കടന്നു പോകുന്ന ഒരു വിശ്വാസി, തന്റെ ഭാര്യ സഹോദരി ഇവിടെ കടന്നു വന്നപ്പോൾ മുതൽ രോഗിയായി തീർന്നു. ആ ശോധനയിലൂടെ കടന്നു പോകും, വളരെ കഷ്ടതയിലൂടെ കടന്നു പോകും. എനിക്കറിയാം. അപ്പൊ അദ്ദേഹം ഞാനൊരു വാഹനത്തിൽ യാത്ര ചെയ്തപ്പോൾ അദ്ദേഹം എന്നോടൊരു കാര്യം പറഞ്ഞു, ഷിജു, എനിക്ക് പലപ്പോഴും ഹൃദയത്തിനകത്ത് 2 വീടി വലിച്ചാൽ കൊള്ളാവുന്നുണ്ട്. വിശ്വാസിയാണ്, ഓർക്കണം. ഞാൻ അതെന്ന് വെച്ചാ എന്റെ ജീവിതം ഒന്ന് തകർക്കപ്പെട്ടു. കാരണം അകത്ത് ഇതുവരെയും പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചിട്ടില്ല. പഴയത് ഇങ്ങനെ കിടന്ന് തളക്കുക. കാരണം പഴയത് ഇങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചാൽ കൊള്ളാവുന്നുള്ള ഒരു ആഗ്രഹം. എന്റെ പ്രിയ സ്നേഹിതരെ, ഹൃദയത്തിനകത്ത് വേദന കടന്നു വരുമ്പോൾ എടുത്ത് ഉപയോഗിക്കുവാനുള്ളതല്ല പഴയ കാര്യം. കാരണം എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ ആണെങ്കിൽ പഴയത് അവിടെ കൊണ്ട് ഞാൻ നിങ്ങൾ നിർത്തി ഇനി പുതിയതായി കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരായി ഞാൻ നിങ്ങളും തീരണം. അവൻ പഴയത് ഞാനും നിങ്ങളും ദൈവത്തിന്റെ മക്കളായി നമ്മളെ യാത്ര ചെയ്യുന്നവരായി തീരണം. യാത്ര ക്രിസ്തുവിന്റെ മക്കളായി തീരണം. ക്രിസ്തുവിന്റെ മക്കൾക്ക് ഒത്തിരി ശ്രേഷ്ഠത കൊണ്ട് അത് പറയാൻ സമയമില്ല. ആ ക്രിസ്തുവിന്റെ മക്കളായി തീർന്നു കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് ഒരു കാരണവശാലും മറ്റുള്ളവർ നമ്മളെ പഴിചാരിയതോ, മറ്റുള്ളവർ നമ്മളെ പരിഹസിച്ചതോ, കർത്താവിന്റെ വേലയിൽ പോയി കഷ്ടത അനുഭവിച്ചതോ ഒന്നും നമുക്ക് പ്രശ്നമല്ല. കാരണം ദൈവത്തിന്റെ മക്കളായി തീരുമ്പോൾ എനിക്കും നിങ്ങൾക്കും പറയാൻ കഴിയും, എന്റെ ഒരു അവകാശം ഒരിടത്ത് വെച്ചിട്ടുണ്ട്. ആ പ്രതിഫലം പ്രാപിക്കുവാൻ വേണ്ടി ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ലോകത്തിന്റെ കഷ്ടങ്ങളോ ഈ ലോകത്തിന്റെ വേദനകളോ എനിക്ക് സാരമില്ല. കാരണം ഞാൻ വേറൊന്നിനു വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വ്യക്തിയാണ്. ഞാൻ 3-ാമത്തെ ഇതിലേക്ക് കടന്നു വരുന്നു. ഏക പ്രത്യാശ, ഒരു പ്രത്യാശ മാത്രമേ ക്രിസ്തുവിൽ നമുക്കുള്ളൂ. അതെന്താണ് നമ്മുടെ പ്രത്യാശ? വീണ്ടെടുപ്പിന്റെ മഹത്തായ ഒരു ദിനം നമുക്ക് വേണ്ടി ഈ ശരീരത്തിന്റെ അവകാശിയായി തീരുമ്പോൾ, ഈ ആത്മാവിന്റെ അവകാശിയായി തീരുമ്പോൾ ഏക ഒരു പ്രത്യാശയുണ്ട് എന്റെയും നിങ്ങളുടെ ഹൃദയത്തിനകത്ത്. അതെന്തെന്നറിയാമോ? എനിക്ക് വേണ്ടി ഒരു മഹത്തായ ദിനം കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ആ ഭാവി പ്രത്യാശ ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തെ ദൈവാത്മാവിനാൽ ആരാധിക്കാൻ
നയിച്ചെടുക്കുവാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണല്ലോ തീത്തോസിന്റെ ലേഖനം ടൈറ്റസ് 2:12-13 വാക്യങ്ങൾക്ക് പറയുന്നത്, ഈ ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവം നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യാശയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തിയോടും പ്രപഞ്ചമോഹങ്ങളെ വർദ്ധിച്ചിട്ടു ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടി ജീവിച്ചു പോരേണ്ടതിന് അതും നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ഈ ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടുമുണ്ട്. ഈ ലോകത്തിന്റെ പ്രപഞ്ചമോഹങ്ങളെ സകലത്തിനെയും വെറുത്തുകൊണ്ട് ഞാനും നിങ്ങളും മറ്റുള്ളവരെ പോലെ ജീവിക്കാത്തതിന്റെ പരമ കാരണം എന്നറിയാമോ? ഈ ലോകത്തിലെ മറ്റുള്ളവർ നടക്കുന്നത് പോലെ നടക്കാൻ നമുക്ക് കഴിയാനിട്ടല്ല, അവർ ജീവിക്കുന്നത് ജീവിക്കാൻ കഴിഞ്ഞാലല്ല, പക്ഷെ അകത്ത് യാതൊരു പരിശുദ്ധാത്മാവുണ്ട്. അത് നമ്മുടെ ഭാഗ്യകരമായ ഒരു പ്രത്യാശയ്ക്ക് വേണ്ടി ആ മഹാദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ട് ആ രക്ഷിതാവിന്റെ തേജസ്സിന് വേണ്ടി വളരെ പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടിയാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ പ്രവാസകാലം വളരെ വിനയത്തോടും ദൈവസ്നേഹത്തോടും ദീർഘക്ഷമയോടും ആത്മാവിന്റെ ശക്തിയോടും ഞാനും നിങ്ങളും ജീവിച്ചു തീർക്കേണ്ടത് അത്യാവശ്യമാണ്. പത്രോസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ പറയുമ്പോൾ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം, അവൻ മരിച്ചവരുടെ നിന്ന് യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൽ തന്റെ കാരുണ്യപ്രകാരം നമ്മളെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത ദൈവശക്തിയെ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത്. താഴെയുള്ള വാക്യങ്ങളുണ്ട്, ആ പ്രത്യാശയ്ക്ക് വേണ്ടിയാണ് ഞാൻ, ആ പ്രതിഫലം പ്രാപിക്കാൻ വേണ്ടിയാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. അതുകൊണ്ട് പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച് വിശുദ്ധനൊത്തപ്പെടണം, അനുസരണയുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരായി തീരുവിൻ. കാരണം പണ്ടുള്ള നമ്മുടെ ജീവിതത്തിനകത്തെ മോഹങ്ങളെ മാതൃകയാക്കാതെ ഞാനും നിങ്ങൾ ജീവിക്കുന്നതിന്റെ ഏക ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ പ്രത്യാശയ്ക്ക് വേണ്ടി മാത്രമാണ്. ഈ പ്രത്യാശയുടെ ഉറവിടം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും ദൈവവും പിതാവുമാണ്. ഇതിനൊരു ഉറവിടമുണ്ട്, ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്. അത് നമ്മുടെ കർത്താവ് ദൈവമാണ്. മാത്രമല്ല ഞാൻ നിങ്ങൾ ജീവിക്കുന്ന നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് ദൈവത്തിന്റെ കാരുണ്യം കൊണ്ടാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. അനേക വാക്യങ്ങളുണ്ടെങ്കിൽ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം പറഞ്ഞു പോകുന്നു. മാത്രമല്ല ജീവിക്കുന്ന പ്രത്യാശ വീണ്ടും ജനനത്തിലൂടെ നമുക്കത് ലഭിക്കുന്നത് മാത്രമാണ്. ജീവൻ തരുന്നതാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. മാത്രമല്ല ഈ പ്രത്യാശയ്ക്ക് ഒരു ഉറവിടമുണ്ടെങ്കിൽ ഈ പ്രത്യാശയ്ക്ക് ഒരു അവകാശങ്ങളുണ്ട്. ആ അവകാശത്തിന്റെ പ്രതിഫലം മേടിക്കുക എന്നുള്ള ഏക ലക്ഷ്യമാണ് പ്രത്യാശയുടെ ദൈവവൈതന്റെ ജീവിതം. ഈ പ്രത്യാശയുടെ പ്രതിഫലം മേടിക്കുവാൻ വേണ്ടി ആ പ്രതിഫലത്തെ നശിപ്പിക്കുന്നവരായി നമ്മൾ മാറരുത്, അതിനെ മായ്ച്ചു കളയുന്നവരായി നമ്മൾ മാറരുത്. അത് ഈ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നത് ആ നിത്യതയിലെത്തുമ്പോൾ മാത്രമാണ്. ഇവിടെ വെച്ച് എന്തെല്ലാം നമ്മൾ ചെയ്താലും ഒരുപക്ഷെ ആരും കടലിൽ വന്നേക്കാം, മണിക്കൂറുകൾ ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഒരുപക്ഷെ ആരും കടലിൽ വന്നേക്കാം, മറ്റുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്ത് നന്മകളോ അല്ലെങ്കിൽ ജീവിതത്തിനകത്ത് എന്തെങ്കിലും കർത്താവിന് വേണ്ടിക്കോ ചെയ്തൊന്നും ആരും കടലിൽ വന്നേക്കാം. അതെല്ലാം സ്വരുക്കൂട്ടി വെച്ചിട്ട് ഒരു പ്രതിഫലം തരുന്ന ഒരു പ്രത്യാശയുടെ ഒരു സുദിനമുണ്ട്. അത് വീണ്ടും ആ മഹത്തായ ദിനത്തിന് വേണ്ടിയാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. മാത്രമല്ല ഈ പ്രത്യാശയുടെ ഉറപ്പെന്ന് പറയുന്നത് ദൈവത്തിന്റെ ശക്തിയാൽ സംരക്ഷിക്കപ്പെടുന്നതാണ്. കാരണം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് അതിൽ നമുക്ക് ഉറപ്പ് വരുന്നത്. മാത്രമല്ല പരിശുദ്ധാത്മാവ് നമ്മുടെ വിശ്വാസത്താൽ സംരക്ഷിക്കുന്നു. അപ്പോൾ ശരീരമൊന്ന് ആത്മാവൊന്ന് ഏക പ്രത്യാശ. ഈ പ്രത്യാശയിൽ ഞാനും നിങ്ങൾ ജീവിക്കുമ്പോൾ ഈ ലോകത്തിന്റെ ദുഷ്കരമായ മറ്റൊന്നും നമ്മളിലോ നമ്മുടെ കുഞ്ഞുങ്ങളിലോ അനുവദിക്കുവാൻ പാടില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്കോ ലോകത്തിന്റെ ഇടങ്ങൾക്ക് വേണ്ടി അവർ പോകുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ അവരെ പ്രബോധിപ്പിച്ച് നേരായ വഴിയിലൂടെ അവരെ നടത്തേണ്ട ഉത്തരവാദിത്വം ദൈവസഭയിലും ദൈവസഭയിലെ ജനങ്ങൾക്കുമുണ്ട്. കാരണം ക്രിസ്തുവാകുന്ന ശരീരത്തിന്റെ അവയവങ്ങളായി ഞാൻ നിങ്ങളും പോകുമ്പോൾ നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് ഇവിടം കൊണ്ട് തീരുന്നതല്ല. പ്രതിഫലം മേടിക്കുവാൻ വേണ്ടി ഞാൻ വളരെ ആകാംക്ഷയോടിരിക്കുന്ന ആ വീണ്ടും ജനനത്തിന്റെ ഒരു ദിവസമുണ്ട്, മഹാ ദിനമുണ്ട്. അതിനുവേണ്ടിയാണ് പ്രതീക്ഷയോടിരിക്കുന്നത്. അത് ഇന്ന് രാത്രിയിൽ വരാം,
അല്ലെങ്കിൽ അടുത്ത ദിവസം വരാം. പക്ഷെ ഇനിയും അധികം കാലതാമസം ഇല്ലെന്നുള്ള കാര്യം ഞാനും നിങ്ങളും തിരിച്ചറിയണം. കാരണം ലോകത്തിന്റെ ഗതികൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. രാജ്യം രാജ്യത്തോട് യുദ്ധം ചെയ്യുന്നു, ജാതി ജാതിയോട് യുദ്ധം ചെയ്യുന്നു. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ഞാനും നിങ്ങളും വളരെ പ്രതീക്ഷയ്ക്കായി പ്രത്യാശയോട് കാത്തിരിക്കണം. കർത്താവ് എന്റെ അരുമമണമാണ് എന്റെ കാഹളം ധ്വനിക്കുവാൻ വേണ്ടി കർത്താവ് അങ്ങ് ഒരുങ്ങിയിരിക്കുന്നല്ലോ. ആ കാഹളം ധ്വനിക്കുവാൻ തടസ്സമായിട്ട് എന്റെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും കുറവശങ്ങളുണ്ടെങ്കിൽ, എന്റെ കുടുംബത്തിനകത്ത് കുറവശങ്ങളുണ്ടെങ്കിൽ, എന്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് കുറവശങ്ങളുണ്ടെങ്കിൽ കർത്താവ് അതിനോട് ക്ഷമിച്ചിട്ട് അങ്ങനെ അവസാനമായി ആരെങ്കിലും രക്ഷിക്കപ്പെടുവാൻ ഞാൻ പാർക്കുന്ന ഈ പട്ടണത്തിനകത്തുണ്ടെങ്കിൽ കർത്താവ് അവരെയും കൂടെ ഇതിന് അവകാശികളാക്കി തീർത്തിട്ട് അങ്ങനെ കാഹളം ധ്വനിക്കുമ്പോൾ ഞാനിവിടെ അടയപ്പെട്ടു പോകാൻ അനുവദിക്കരുത്. അതിന്റെ കാതുകൾ കർത്താവ് കേൾക്കുവാൻ അടയപ്പെടുന്നത്. ആ കാഹളം ധ്വനിക്കുമ്പോൾ ഞാനിവിടെ രൂപാന്തരപ്പെട്ടിട്ട് ആ മഹാദിനത്തിന്റെ അവകാശിയായി പ്രത്യാശയോടെ ആയിത്തീരുവാൻ പരിശുദ്ധാത്മാവ് എനിക്ക് തുണ തരണമെന്ന് ദിനംതോറും ഞാൻ നിങ്ങളും പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങളും ഏക പ്രത്യാശ അത് മാത്രമാണ്. ആ പ്രത്യാശയ്ക്കായി ഞാൻ നിങ്ങളും ജീവിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഇവിടെ പിണക്കം കാണുവാൻ പാടില്ല, ഇവിടെ വഴക്കുണ്ടാക്കുവാൻ പാടില്ല. ദൈവസഭയ്ക്കകത്ത് വന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ കഴിയത്തില്ല. കാരണം എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞെങ്കിൽ ദൈവാത്മാവുള്ളവൻ അവനത് ഒഴിഞ്ഞു മാറിപ്പോകും. കാരണം എന്നറിയാമോ, അവൻ അതിലിട്ട് ചണ്ട കൂടുവാൻ ഞാൻ അനുവദിക്കത്തില്ല. അകത്ത് വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവായതുകൊണ്ട് അവനൊരു പ്രതീക്ഷ മാത്രം. കർത്താവ് ആ കാഹളം ധ്വനിക്കുമ്പോൾ ഈ വഴക്കിട്ട ദിവസം, ആ വഴക്കിട്ട ദിനത്തിൽ, ആ മണിക്കൂർ കർത്താവ് വന്നാൽ ഞാൻ നഷ്ടപ്പെട്ടു പോകുമല്ലോ. അതുകൊണ്ട് ഇതൊന്നും എനിക്ക് ബാധകമല്ല. എന്റെ ഏക ലക്ഷ്യം ഞാൻ കർത്താവിന് വേണ്ടി ജീവിച്ച് ആ ശരീരത്തിന്റെ അവയവമാകുന്ന പോലെ ആകുന്നതുകൊണ്ട് ഞാൻ അങ്ങയോട് ചേരുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ദിനദിന യാത്രയിൽ വിനയത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, ദീർഘക്ഷമയോടുകൂടി, സൗമ്യതയോടുകൂടി, ഐക്യതയുള്ളവരായി, ശരീരമാകുന്ന ക്രിസ്തുവിന്റെ അവയവങ്ങളായി, ദൈവാത്മാവിനാൽ ഏക പ്രത്യാശയുള്ളവരായി ജീവിക്കുവാൻ സർവ്വകൃപാലുവായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.